ഞാൻ നമ്മുടെ തമ്പി ആൻ്റണിയോടൊപ്പമാണ് ഉള്ളത്. നടൻ, എഴുത്തുകാരൻ, നിർമ്മാതാവ് എന്നുള്ള നിലകളിലൊക്കെ മലയാളികൾക്ക് സുപരിചിതനായ തമ്പി ആൻ്റണി ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ താഹ സംവിധാനം ചെയ്യുന്ന മുരടൻ എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് തമ്പി ആൻ്റണി ഇപ്പം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മാതൃഭൂമി കഴിഞ്ഞ ഒരു കഥ ഞാൻ വായിച്ചിരുന്നു. അപ്പം എന്താണ് പുതിയ എഴുത്തിനെ കുറിച്ചും അതൊന്നും അതിപ്പം കൂടുതൽ നമ്മുടെ മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ എഴുത്തിലേക്ക് വന്നിട്ടൊരു 10-11 വർഷമായിട്ടുള്ളൂ. എഴുത്തെനിക്ക് വണങ്ങില്ല എന്ന് ഞാൻ ആദ്യം ഓർത്തത്. കാരണം അത് ആദ്യം ഞാൻ കവിതകൾ എഴുതി തുടങ്ങി. അതെ അതെ. അതിനു മുമ്പ് എഴുത്തിലേക്ക് വരാനുള്ള കാരണം ഈ അസോസിയേഷൻ, അമേരിക്കയിലെ മലയാളി അസോസിയേഷൻ ഉണ്ട്, മങ്ക എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് കാലിഫോർണിയയിൽ. അവർക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് കുറേ കവിതകളൊക്കെ ഈ ഭാഷാഭൂഷണിയിൽ അവിടെയൊക്കെ ചെറുതായിട്ട് മലയാള മനോരമ ആദ്യത്തെ കവിത വരുന്നത് സ്വർണ്ണച്ചിറകുള്ള പക്ഷി. അത് ഭയങ്കരമായിട്ട് ഒരു റൊമാൻറ്റിക് അല്ല, ആദ്യം വന്നത് മലയാള മനോരമയാണ്. ഭാഷാഭൂഷണിലൊക്കെ പിന്നെ വന്ന പിന്നെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ കവിതകൾ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങും. ഇപ്പം കവിത ഒരു സാഹിത്യശാഖയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എഴുതുന്ന പോലെ എല്ലാവർക്കും എഴുതാമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. കവിതയ്ക്ക് ഇപ്പം പ്രത്യേക നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ എവിടെ പോവാന്ന് ചോദിച്ചാലും കവിതയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കവിത നല്ലതാണെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് തോന്നി. എനിക്കത് ഈസി ആയിട്ട് തോന്നുന്ന മറ്റുള്ളവർ, പക്ഷേ എല്ലാവർക്കും എഴുതാമെന്നാണെന്നൊരു തോന്നൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ കവിതകളിൽ നിന്നാൽ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഈ കൈ കൊണ്ട് എഴുതാൻ ഭയങ്കര മടിയായിരുന്നു. കവിതയാകുമ്പോൾ ഒരു പേജല്ലേ ഉള്ളൂ, അത് തിരുത്തി എഴുതാനും ഒക്കെ സൗകര്യമാണ്. അങ്ങനെ ഞാൻ എഴുതുമ്പോഴാണ് ഈ ഡിജിറ്റൽ റൈറ്റിങ് കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. അനുഭവങ്ങൾ എഴുതിയപ്പോൾ അത് നാട്ടിൽ നിന്ന് വന്ന തന്നെ ഒരു ജേർണലിസ്റ്റ് ഇതുപോലെ സാധനെ പോലെ ജേർണലിസ്റ്റ് വന്ന് എൻ്റെ ഈ എഴുത്തുകളെന്ന് പറയും ഇതൊരു വിഷ്വൽസ് കൊടുത്ത് ഒരു കഥയാക്കാൻ പറ്റിയില്ലെന്ന്. നല്ല അനുഭവങ്ങളാണല്ലോ, ഇതൊരു കഥയാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ ആണ്, ഇങ്ങനെ കഥ എഴുതാം. അനുഭവങ്ങൾ എഴുതിയിട്ട് അതിൽ കുറേ വിഷ്വൽസും കുറേ എഴുത്തുകാർ കള്ളന്മാരാണല്ലോ, കുറേ കള്ളം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് കഥയാകും. അപ്പോൾ ആ ഒരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പം തന്നെ ആദ്യത്തെ കഥ ചില പെൺകുട്ടികൾ അങ്ങനെയാണ് ആദ്യത്തെ കഥ ചെറുകഥ എഴുതിയത്. അതിനുമുമ്പ് നാടകങ്ങൾ എഴുതിയായിരുന്നു അസോസിയേഷനിൽ. നാടകങ്ങളാണ് എന്നെ മലയാളത്തിലേക്ക് അടുപ്പിച്ചത്. നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് നാടകങ്ങൾ എഴുതിപ്പിച്ചത്. എനിക്ക് കവിത എഴുതിയപ്പോൾ അവരോട് ഞാൻ വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ പറഞ്ഞ് നാടകം എഴുതണമെന്ന് പറഞ്ഞ് അസോസിയേഷൻ പ്രസിഡന്റ് വേണം വെച്ചിട്ടാണ് നാടകം എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എഴുതി. അപ്പം അതുകൊണ്ട് എനിക്ക് മലയാളത്തിനോട് കുറച്ചൊരു അടുപ്പം വന്നു. സംഭാഷണമൊക്കെ എഴുതാറുണ്ട് നാടകം. അപ്പോൾ ആ എഴുതാനുള്ള ഒരു താല്പര്യം വന്നത് ഈ നാടകത്തിൽ കൂടിയാണ്. നാടകങ്ങളാണ് ആദ്യം ബുക്കാക്കിയത്. നമ്മുടെ നൗഷാദ് അന്ന് ഒലിവ് ബുക്സിലാണ്. അപ്പം നൗഷാദിനോട് പറഞ്ഞ ഈ നാടകങ്ങൾ നമുക്ക് ബുക്കാക്കേണ്ടതെന്ന് ചോദിക്കും. ഞാൻ എന്നോട് ചിന്തിച്ചിട്ട് പോലില്ല ബുക്കാ. അല്ല, ഇത് കൊള്ളാമല്ലോ, നമുക്കൊരു ചെറിയ നാടക സംഹാരമായിട്ട് ഇറക്കാമല്ലോ എന്ന്. ഇടിച്ചക്കപ്ലാമ്പുട് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആദ്യത്തെ നാടകത്തിൻ്റെ പേരാണ്. അപ്പോൾ ഒരു നാടകം വേണമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ നാടകം എഴുതുന്നത്. നാടകം അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ പെട്ടെന്നൊരു പത്രക്കടലാസ് കിട്ടി അവിടെ അമേരിക്കയിൽ. ഈ എന്തോ പൊതിഞ്ഞുകൊണ്ട് വന്നത്. അതിനകത്ത് പുതുപ്പള്ളിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ അടച്ചെന്ന് കേസില്ലാഞ്ഞിട്ട് അതേ ഞാൻ പിടിച്ചു. ഒരു വില്ലേജ്, അപ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ കേസില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഇവർ ചോദിച്ചു നാടകത്തിൻ്റെ പേര് വേണമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് വിളിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ് ഇടിച്ചക്കപ്ലാമ്പുട്. നമ്മുടെ ഈ തിരുവനന്തപുരത്തിന് കന്യാകുമാരിക്ക്. അപ്പം ഞാനൊന്ന് ഇടിച്ചക്കപ്ലാമ്പുട് പോലീസ് സ്റ്റേഷനിലുള്ള പറഞ്ഞു. നാടകം എഴുതാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ആദ്യത്തെ നാടകം. പിന്നെ അവർ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ എഴുതി. അങ്ങനെ ഇരുന്ന് സ്റ്റേജായിട്ട് മനസ്സ് ഇമാജിൻ ചെയ്ത് ഓരോ ആദ്യം പോലീസുകാരും കേസില്ലാത്ത പോലീസ് അവിടെ കള്ളുകൂടിയാണ് സ്ഥിരം. അവിടെ മന്ത്രിയുടെ ഫോൺ വരുന്നതും പോലീസിനെ അടയ്ക്കാൻ പോകുന്നതും അതൊക്കെ വെച്ചൊരു സാധനം എഴുതി. അത് ഭയങ്കര രസമായിട്ട് അങ്ങ് സക്സസ്ഫുള്ളായി. ഒന്ന് എഴുതിയപ്പോൾ ഒന്നും എഴുതാൻ പറഞ്ഞു. അങ്ങനെ 3 നാടകം എഴുതി. അങ്ങനെ 3 നാടകങ്ങളെ ബുക്കാക്കി. അപ്പം നൗഷാദാണ് ഇത് ബുക്കാക്കാനുള്ള കാരണക്കാരൻ. അപ്പം അന്ന് ഇന്നസെൻ്റ് ഏട്ടനും ബ്ലെസ്സിയൊക്കെ ആയിരുന്നു അന്ന് മറൈൻ ഡ്രൈവിൽ അത് പ്രകാശനം ചെയ്തത്. അപ്പോഴും എനിക്ക് എഴുത്തുകാരനാണെന്ന് തോന്നിയിട്ടില്ല. നാടകങ്ങൾ ചുമ്മാ തമാശ എഴുതി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ അന്നും ഡിജിറ്റൽ പഠിച്ചിട്ടില്ല. അന്ന് ഞാൻ ഈ കൈ കൊണ്ട് എഴുതിയിട്ട് ആരെങ്കിലും ടൈപ്പ് ചെയ്യിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ പഠിച്ചപ്പോഴാണ് ഞാനിങ്ങനെ അനുഭവം എഴുതാൻ തുടങ്ങി. ഈ ചില പെൺകുട്ടികൾ എന്നുള്ള ഒരു സബ്ജക്റ്റ് വരാൻ കാര്യം ഞാൻ എൻ്റെ ഒരു കോളേജ് അനുഭവം, പഴയ അനുഭവം. അത് ഞാൻ എഴുതി വെച്ചപ്പോൾ തോന്നി ഇത് കൊള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാം എഡിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ
കുറേ നുണയൊക്കെ ചിലപ്പോൾ കഥയായി. അനുഭവത്തിൽ കുറേ നുണകൾ പറഞ്ഞപ്പോഴേ കഥയായി. അത് പിന്നെ അതിനടുത്ത് ആർക്ക് അയക്കും? ഇത് കഥയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനതിലും പറഞ്ഞ് പെൺകുട്ടിയുടെ കഥയല്ലേ, വനിതയ്ക്ക് അയക്കാം. അപ്പം ഞാൻ അയച്ചു. എനിക്ക് ആരും പരിചയമില്ല വനിതയിൽ. അപ്പം എൻ്റെ പേര് പറഞ്ഞാൽ അവർക്കറിയാം, സിനിമ നടനായതുകൊണ്ട് തമ്പിയാണ്. അതുകൊണ്ട് ഞാനൊരു കഥ വെച്ചാൽ ചിലപ്പോൾ കളയാതെ ചവിട്ടുകൊട്ടി കളയാതെ എടുത്ത് വായിക്കുമെന്ന് എനിക്കറിയാം. മധുവിനെ അന്ന് എനിക്കറിയില്ല. ഞാൻ മധുവിനെ വിളിച്ചു. പിന്നെ നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് മധുചന്ദ്രനെ വിളിച്ചു. 3 മാസമായിട്ട് വരാനൊക്കെ ഇല്ല. ഞാനൊരു സാധനം, ഒരു അനുഭവം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ കണ്ടു, ഗംഭീര സാധനം, ഞങ്ങൾ ക്രിസ്മസ് ഫിലിമിലേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. അപ്പം അങ്ങനെയാന്ന് പറഞ്ഞാൽ എന്നാൽ ഇനി അനുഭവങ്ങൾ എഴുതാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ അമേരിക്ക വന്ന വേറെ പെൺകുട്ടിയുടെ കഥയാണ് മിസ് കേരളയും പുണ്യാണെന്ന്. അതും ഇതുപോലെ ഞാൻ എഴുതി. ഒരു പെണ്ണിൻ്റെ അനുഭവമാണ്. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ കള്ളവും ചേർത്ത് എഴുതി. അത് ഞാൻ എഴുതി കഴിഞ്ഞപ്പം അതും എനിക്കറിയത്തില്ല ഇത് കഥയാണെന്ന്. നല്ല ഹ്യൂമറസ് ആയിട്ട് എഴുതി. എൻ്റെ കഥയ്ക്ക് എല്ലാവരും ഹ്യൂമറസ് ആയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഷിഹാബുദ്ദീൻ പോയി നിങ്ങളുടെ ഒരു ദിവസം എന്നെ ലൊക്കേഷനിൽ കാണാൻ വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ വേറൊരു കഥ ഡിസ്കസ് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ഇങ്ങനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണമെന്ന്. അതിങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അന്ന് ഇമെയിലൊക്കെ ആയല്ലോ, അയച്ചു. പുള്ളി എന്നോട് പറഞ്ഞു ഇതൊരു നല്ല കഥയാണല്ലോ. ഞാനിത് ചന്ദ്രികയിൽ, അന്ന് പുള്ളി ചന്ദ്രയുടെ കൊടുത്തോട്ടെ, ചന്ദ്രിയെ കൊടുത്തു. കഥ വന്നു കഴിഞ്ഞപ്പം ഞാൻ അറിഞ്ഞില്ല. ഞാനതൊരു അമേരിക്കയിലെ മധുപാലിൻ്റെ ഒരു പോസ്റ്റ്, തമ്പിച്ചേട്ടൻ്റെ കഥ മിസ് കേരളയും പുണ്യാളനും ഗംഭീര കഥയും മധുപാലൊരു കുറിപ്പിട്ടു. അപ്പം ഞാൻ മധുപാലിനെ വിളിച്ചു. അതൊരു വലിയ എൻകറേജ്മെൻ്റ് ആണ്. മധുപാല എഴുത്തുകാരനാണ്. അപ്പം അങ്ങനെ എഴുതി 50 കഥ, ചെറുകഥകൾ. മാതൃഭൂമിയിൽ തന്നെ 4 കഥ വന്നു. മലയാളത്തിലെ എല്ലാ പ്രമുഖ സമാഹാരം ഇപ്പം 4ാമത്തെ സമാഹാരം ഇറങ്ങാൻ പോകും. 5ാമത്തെ ഇറങ്ങും. അതിപ്പോൾ DC ആയിരിക്കും. മാതൃഭൂമി ഒരെണ്ണമുണ്ട്, പിന്നെ ഗ്രീൻ ബുക്സിൽ 2 എണ്ണമുണ്ട്. ഡോഗ് വാക്കർ, ശ്രദ്ധിക്കപ്പെട്ട സമാഹാരം മരക്കിഴവനാണ്. പിന്നെ വാസ്കോഡിഗാമ ആണ് എനിക്ക് ഇത് ബഷീർ അവാർഡ് കിട്ടി. അത് ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. പുതിയതായിട്ടുള്ളത് പിന്നെ ഡോഗ് വാക്കർ എഴുതിയത്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് 9/11 ബിഷോപ്പിയ. അതിപ്പം ഞാൻ DC കൊടുത്തിട്ടേ ഉള്ളൂ. അതെൻ്റെ 5ാമത്തെ കഥാസമാഹാരം. പിന്നെ 3 നോവല്. കോളേജ് അനുഭവങ്ങളാണ് ആദ്യത്തേത്. അതും അനുഭവങ്ങൾ നോവലാക്കിയതാണ്. പിന്നെ ഒരു ഹൈറേഞ്ചിനെ പശ്ചാത്തലമാക്കിയൊരു കൂനമ്പാറക്കവല. മറ്റേ പൂതത്താൻ കുന്നായിരുന്നു ആദ്യത്തെ നോവൽ. പിന്നെ ഏകാന്തതയുടെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പം ഏറ്റവും മാതൃഭൂമിയുടെ നോവൽ, ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ 3 നോവലുകളും എല്ലാം കൂടെ ഒരു 11-12 ബുക്കുകൾ ആയി. ഈ 10 വർഷം കൊണ്ട് ഇതെല്ലാം സാധിച്ചു. നോവല് ഒറ്റയടിക്ക് എഴുതുന്നതല്ല, അത് 2-3 വർഷമൊക്കെ എടുക്കും. പക്ഷെ ഒരു ചാപ്റ്റർ എഴുതും, പിന്നെ ഒറ്റയടിക്ക് എഴുതാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് കഥകൾ എഴുതാൻ. ഇനിയിപ്പോൾ 2 കഥകൾ വരാനുണ്ട് ഈ വർഷവും അടുത്ത വർഷമായിട്ട്. ഒന്ന് അടിയന്തരാവസ്ഥയുടെ 50ാം വർഷം പ്രമാണിച്ച് ഞാനൊരു കഥ എഴുതിയാണ്. അതെൻ്റെ ഞാനത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഞങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പൊക്കൊണ്ട് പോയായിരുന്നു ആ സമയത്ത്. അതിൻ്റെ അനുഭവം വെച്ചൊരു കഥ എഴുതി. അതാണ്ട് റിയാലിറ്റി അവിടെയാണ്. പക്ഷേ അന്ന് പിള്ളേരെയൊക്കെ പൊക്കൊണ്ട് പോയിരുന്നല്ലോ. ഈ എഴുത്തുകാരൻ എന്ന നിലയിൽ തമ്പി ആൻ്റണി ഇപ്പം മലയാളികൾക്കെല്ലാം സുപരിചിതനായി മാറിയിരിക്കുകയാണ്. ഇപ്പം അങ്ങേര് ഏറ്റവും പുതിയ രചനകളെക്കുറിച്ച് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഞാനും ഈയിടെ നിങ്ങളുടെ രചനകൾ വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷമുണ്ട്.